പറയാനുള്ളത് ക്യാൻസറിനെ കുറിച്ചാണ്. വേണ്ട സങ്കടപ്പെടണ്ട. അങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ലാത്ത സന്തോഷം മാത്രമുള്ള കുറച്ച് വിശേഷങ്ങളും വിഷ്വൽസുമാണ് നിങ്ങളെ ഞാൻ കാണിക്കാനും കേൾപ്പിക്കാനും പോകുന്നത്. ഇത് ഞങ്ങളുടെ സനാഥാലയം 4-4.5 വർഷങ്ങളായിട്ട് 800-ലധികം വരുന്ന പ്രിയപ്പെട്ടവരെ നോക്കുകയും പരിചരിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരിടമാണ്. ഇവിടെ ഒരുപാട് ജീവിതങ്ങൾ ഇതിനോടകം തന്നെ വന്നുപോയി, ജീവിച്ചിരുന്നു എന്നതായിരിക്കും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറിനെതിരെ പോരാടുന്നവർ, ക്യാൻസർ നേരിട്ട് മരണപ്പെടുന്നവരൊക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കുക. പക്ഷെ ക്യാൻസറിനോടൊപ്പം പോകുന്ന കുറേയേറെ മനുഷ്യർ. ഇത് ഞങ്ങളുടെ സനാഥാലയ നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചിട്ടാണ് ബെഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതും, ഭക്ഷണം കൊടുക്കാവോ എന്ന് ചോദിക്കുന്നതും, വസ്ത്രങ്ങളുണ്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നതും ഒക്കെയും. ഈ നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. 247365. ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും വർഷത്തിൽ 365 ദിവസങ്ങളിലും നിങ്ങൾക്കായി അല്ലെങ്കിൽ ആവശ്യക്കാർക്കായി ഉണർന്നു പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ഇവിടെ 13ഓളം പ്രോജക്റ്റുകളുണ്ട് കേട്ടോ. അതിൽ ചെടികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. വരുന്ന ഇൻമേറ്റ്സ് തന്നെ അല്ലെങ്കിൽ ഫൈറ്റേഴ്സ് തന്നെ, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് തന്നെ ഈ ചെടികളെയൊക്കെയും പരിപാലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക, അതിനുവേണ്ടി അങ്ങേയറ്റം ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 10 വയസ്സിന് താഴെയുള്ള വാവകളാണ് RCCയിൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരോടൊപ്പം നിന്നേ പറ്റുള്ളൂ എന്ന അവസ്ഥയുള്ളതുകൊണ്ട് ഞങ്ങൾ അതിന് അവസരം കൊടുക്കാറുണ്ട്. കാരണം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. മുതിർന്നവർ കാണുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഫൈറ്റേഴ്സിൻ്റെ ഒപ്പം ഒരാൾക്ക് കൂടി നിൽക്കാം. അതിനുള്ള സൗകര്യമേ ഉള്ളൂ. വാടക കെട്ടിടമാണേ. ഇപ്പോഴും നമ്മൾ വാടക കൊടുത്ത് തന്നെയാണ് ഇവരെ ഇത്രയും പേരെ സന്തോഷിപ്പിക്കാനായിട്ട് നിലനിന്ന് പോരുന്നത് എന്നുള്ളതാണ് സത്യം. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല. പക്ഷെ അവരവരുടെ ഇടങ്ങളിൽ അവരവരുടെ വിശ്വാസങ്ങൾ അവരവർക്ക് മുറുകെ പിടിക്കാം. ഇവരെല്ലാവരും സന്തോഷത്തിലാണ്. അവർ കടന്നു പോകുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു അവസരത്തിൽ ഒരിക്കലും വേദനകൾ അവരെ ഈ സനാഥാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാറില്ല. സനാഥാലയം എപ്പോഴും അവർക്ക് പോസിറ്റീവ് മാത്രമാണ് നൽകുന്നത്. പുസ്തകങ്ങളുടെ ഒരു ആകാശം തന്നെ ഞങ്ങളുടെ സനാഥാലയത്തിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പുതിയ ക്യാൻസർ പോരാളികൾ വരരുതേ എന്ന് ആഗ്രഹിച്ചാൽ പോലും ഓരോ ദിവസവും ഞങ്ങളിലേക്ക് എത്തുന്ന ഓരോ ഫോൺ വിളികളും അല്ലെങ്കിൽ നേരിട്ട് സനാഥാലയത്തിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ടവരുടെ എണ്ണം കുറവല്ല എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷെ അവിടെയും അവരെല്ലാവരും ഹാപ്പിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അവരൊരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നു, അവരൊരുമിച്ച് വീട്ടിലെ എല്ലാ ജോലികളിലും തങ്ങളുടെ ഇൻവോൾവ്മെന്റ് അറിയിക്കുന്നു എന്നതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് മറ്റെന്താണുള്ളത്. ഇനിയും വളരണം, ഒരുപാട് പ്രിയപ്പെട്ടവരെ നോക്കാനാവണം. അവരോടൊരുമിച്ച് ജീവിതത്തിന്റെ ഇനിയുള്ള സമയം ഞങ്ങൾക്ക് ചിലവഴിക്കണം എന്നതാണ് ആഗ്രഹം. സനാഥാലയത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട്. ഞങ്ങളിൽ കുറച്ചു പേർക്ക് അല്ലെങ്കിൽ അവിടെ വരുന്ന കുറെ അധികം പേർക്ക് അറിയാവുന്ന വൈറ്റ് ഹൗസ് എന്ന പേര്. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ